കനിവില്ലാത്തൊരു കളിയല്ലോ ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാലിൽ നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാലിൽ നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്തിടെ മാലിദ്വീപിലെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൗതുകകരമായൊരു മന്ത്രിസഭാ യോഗം കൂടുകയുണ്ടായി. കടലിനടിയിൽ മത്സ്യക്കൂട്ടങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും ഇടയിലായിരുന്നു ആ യോഗം. ആഗോളതാപനത്തിന്റെ ചർച്ചകളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കാരണം മറ്റൊന്നും ആയിരുന്നില്ല. ആഗോളതാപനത്തിന്റെ ഫലമായി കടൽവെള്ളം ഉയരുകയാണെങ്കിൽ ആദ്യം മുങ്ങിപ്പോകുക മാലിദ്വീപ് തന്നെയായിരിക്കും. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ണൂർ ജില്ലയിലെ കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ. ചാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി അശോകൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ നാരായണൻ, മെമ്പർ ശ്രീമതി AN റീന, മെമ്പർ ശ്രീമതി TV ഉഷാറാണി, മെമ്പർ ശ്രീമതി PV പ്രേമവല്ലി എന്നിവരാണ്. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ KP കണ്ണൻ, ശ്രീ R ഹേലി, ശ്രീമതി നിർമ്മല സാനു ജോർജ്, സോഷ്യൽ ഡെവലപ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ ലത ഭാസ്കർ. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി 1997 ചപ്പാരപ്പടവിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് കിലയുടെ ഡയറക്ടറായി ഇപ്പോൾ ചണ്ഡീഗഡിൽ സെന്റർ ഫോർ റിസർച്ച് ഇൻ റൂറൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ ഡയറക്ടറും കൂടിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ PP ബാലനാണ്. സുസ്ഥിര വികസനത്തിനായി എന്തൊക്കെ മാതൃകകളാണ് കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിനുള്ളത്? ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കാശ് പോലുമില്ലാതെ പൂർണ്ണമായി ഗുണഭോക്താക്കളുടെ വിഹിതം സമാഹരിച്ചുകൊണ്ട് ഒരു കോംപ്ലക്സ് നിർമ്മിച്ച് അതിനകത്തുള്ള വരുമാനവും കൂടി ഏകദേശം 20 ലക്ഷം റുപ്യ ഒരു വർഷം വരുമാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ആ കോംപ്ലക്സ് ആണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉയർത്തി കാണിക്കുന്നത്. കീഴൂർ ചാവശ്ശേരിയുടെ വികസന ദൃശ്യങ്ങളിലേക്ക്. കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ടൗൺ ഇരിട്ടിയാണ്. ഈ ടൗണുമായി ബന്ധപ്പെട്ടാണ് കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിന്റെ ചില പ്രധാന പദ്ധതികൾ മുന്നോട്ട് നീങ്ങുന്നത്. നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശമാണ് ഇരിട്ടി ടൗൺ. അതുകൊണ്ട് തന്നെ 2 ടണ്ണോളം മാലിന്യങ്ങളാണ് ഇവിടെ നിന്നും ദിനംപ്രതി പുറന്തള്ളപ്പെടുന്നത്. ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് 2 പദ്ധതികളാണ്: ഗ്രീൻ സിറ്റിയും ക്ലീൻ സിറ്റിയും. ക്ലീൻ സിറ്റിയുടെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന വാഹനമാണ് ഈ കാണുന്നത്. പഞ്ചായത്ത് വക വണ്ടി എല്ലാ ദിവസവും ഇരിട്ടി ടൗണിന്റെയും പരിസര പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. രാവിലെ 6 മുതൽ 11 മണി വരെയാണ് ഇവർ ഇരിട്ടിയിലെയും അനുബന്ധ സ്ഥലങ്ങളിലെയും വേസ്റ്റുകൾ ശേഖരിക്കുന്നത്.
പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയും ജൈവ മാലിന്യങ്ങളെയും വേർതിരിച്ച് സംസ്കരിക്കുന്ന ഒരു പ്ലാന്റിന്റെ പണികൾ ഇപ്പോൾ ഇവിടെ നടന്നുവരികയാണ്. ക്ലീൻ സിറ്റി പോലെ ഗ്രീൻ സിറ്റി പദ്ധതിയും ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു വലിയ ആശ്വാസമായി വരികയാണ്. ടൗണിന്റെ പൊടിപടലങ്ങൾക്കും ചൂടിനുമിടയിൽ പൊറുതിമുട്ടുന്ന നാട്ടുകാർക്ക് ഗ്രീൻ സിറ്റി പദ്ധതി പ്രകാരം ഈ ടൗണിൽ നട്ടുപിടിപ്പിച്ച 150ഓളം വൃക്ഷത്തൈകൾ ഒരാശ്വാസമായി മാറുകയാണ്. 3 വർഷങ്ങൾക്ക് മുൻപാണ് ചുമട്ടുതൊഴിലാളികൾ, വ്യവസായികൾ, പോലീസ്, ഡ്രൈവർമാർ എന്നിവരുടെ സഹായത്തോടെ പഞ്ചായത്ത് ഗ്രീൻ സിറ്റി പദ്ധതി ആരംഭിച്ചത്. നെല്ലി, കൊന്ന, പേര, പെരിഞ്ഞി എന്നിങ്ങനെ പലവിധം വൃക്ഷത്തൈകളാണ് ഇരിട്ടിയിലും പരിസര പ്രദേശങ്ങളിലും നട്ടത്. 3 വർഷങ്ങൾക്ക് മുൻപ് നട്ട ഈ തൈകൾ ഇപ്പോൾ നന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. തനതു ഫണ്ട് വർധനവ് എന്ന ചിന്തയാണ് കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിനെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുക എന്ന ആശയത്തിലേക്ക് തിരിച്ചത്. 1.5 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പഞ്ചായത്ത് വക ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. പഞ്ചായത്തിന് ഇതിനായി 1 രൂപ പോലും മുതൽ മുടക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. പൊതുലേലത്തിൽ 30 മുറികൾ വിറ്റപ്പോൾ തന്നെ പഞ്ചായത്തിന് 3 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായി ലഭിച്ചു. വാടക ഇനത്തിൽ മാത്രം ഒരു മാസം 1,34,000 രൂപയായിരിക്കും പഞ്ചായത്തിന് ലഭിക്കുവാൻ പോകുന്നത്. തനത് ഫണ്ടിലൂടെ ഉണ്ടാവുന്ന വർധനവ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സേവന ഉൽപാദന മേഖലയിലേക്കും തിരിച്ചുവിടുവാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. കീഴൂർ ചാവശ്ശേരിയുടെ വികസന പദ്ധതികളെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് നമ്മുടെ ജഡ്ജസിന്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നിൽക്കുന്ന സ്ഥലം പഞ്ചായത്തിൻ്റെ ആണ്. അതെ, പഞ്ചായത്തിൻ്റെതാണ്. അപ്പോൾ ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഷോപ്പിംഗ് സൗകര്യങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെ അടുത്ത് മുൻകൂർ പണം വാങ്ങി കിട്ടുന്ന ഒരു ലേലത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ പിന്നെ അംഗീകരിച്ച ഒരു ബൈലോ സംസ്ഥാന ഗവൺമെന്റ് അനുമതിയോടുകൂടി അതിന്റെ റൂം, അതിന്റെ വിസ്തൃതി, അതിന്റെ ഫേസ് ഉൾപ്പെടെ ബഹുജന സമക്ഷം സമർപ്പിച്ച് സുതാര്യമായിട്ടുള്ള ലേലം, ആ ലേലത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വിളിച്ചു ചേർക്കുന്ന ഫണ്ട് എത്രയാണോ അതിനടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ എത്ര പിന്നെ കടകൾ അങ്ങനെ അവിടെ വരാൻ സാധ്യതയുണ്ട്? 44 മുറികളുള്ള ഒരു കോംപ്ലക്സും പഴയ കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് 1ാം നില ഒരു 16 മുറികളുള്ള മറ്റൊരു കോംപ്ലക്സും, ഇങ്ങനെ 2 കോംപ്ലക്സ് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. പഞ്ചായത്തിന് ജനങ്ങളുടെ ഇടയിൽ വളരെ വിശ്വാസമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് നിങ്ങളുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിപാടിയെ ഞാൻ കാണുന്നു. എത്ര പണം ഇതുവരെ കിട്ടി? 3,58,00,000 രൂപ ഇപ്പോൾ സമാഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയ ഇൻഡിക്കേറ്റർ അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. ഇരട്ടി കിട്ടി, മനസ്സിലായില്ലേ? അതൊരു വലിയ കാര്യമാണ്. കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യം. പക്ഷേ ഇതിൻ്റെ മറുവശം കൂടെ ഉണ്ട്. ഈ എടുത്തിരിക്കുന്ന പണം ഭംഗിയായി ചിട്ടയായി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇതേ താല്പര്യം നിങ്ങൾ പ്രദർശിപ്പിച്ചാൽ നിങ്ങൾ ഒരു അപൂർവ പഞ്ചായത്തായി വളരും. നെൽകൃഷി വർധനവിന് വേണ്ടി അവിടെ നെൽകൃഷി വർധനവിന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നെൽകൃഷി വർധനവ് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി 26 ഹെക്ടറാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 13 ഹെക്ടർ സ്ഥലം ഈ ഗുണഭോക്താക്കളിൽ നിന്ന് നമ്മൾ വാങ്ങിയെടുത്ത് കുടുംബശ്രീ അതോടൊപ്പം തന്നെ സ്വയം സഹായ സംഘങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് ഭക്ഷ്യസുരക്ഷാ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആദ്യത്തെ വർഷം നിങ്ങൾ വളരെയേറെ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ കൃഷി, അത് നമ്മുടെ സഹായങ്ങൾ കുറഞ്ഞു പോയാലും ആളുകൾ തുടരുമോ? തീർച്ചയായിട്ടും ഈ ഗ്രാമപ്രദേശങ്ങളിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള പദ്ധതികൾ തന്നെയാണ് കാർഷിക മേഖലയിൽ നാം സുസ്ഥിരമായി നടത്താൻ സാധിക്കും. എനിക്ക് കൂടുതലും ചോദിക്കാനുള്ള നിങ്ങളുടെ കരമാലിന്യ പ്രോജക്റ്റിനെ കുറിച്ചാണ്. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞങ്ങൾ 3 വർഷമായി. 3 വർഷമായതേ ഉള്ളൂ അല്ലേ? എങ്ങനെയാ നിങ്ങളുടെ ശുചീകരണ പരിപാടി ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ വിവിധ പട്ടണങ്ങളിൽ നിന്ന് ഒരു ദിവസം 3 ടൺ മാലിന്യങ്ങൾ കടകൾ വഴി നമുക്ക് ശേഖരിക്കും. ആ ശേഖരിച്ച മാലിന്യങ്ങൾ സാധാരണ ഇത് പോയി ഡംപ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ കുഴിച്ചു മൂടലാണ്. അപ്പോൾ അത് ദീർഘാടിസ്ഥാനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ കേരള മിഷൻ്റെ സഹായം 9,70,70,000 രൂപ ക്ലീൻ കേരള മിഷനും നമ്മൾ 2007-08 വാർഷിക പദ്ധതിയിൽ നമ്മുടെ തനത് ഫണ്ട്, അതായത് തനത് ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത, തനത് ഫണ്ട് 17 ലക്ഷം രൂപ എടുത്ത് 28 ലക്ഷം രൂപയുടെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതായത് ഈ മാലിന്യങ്ങൾ കടകളിൽ നിന്ന് തന്നെ 2 ഭാഗമാക്കി മാറ്റി ജൈവ മാലിന്യങ്ങളാക്കി മാറ്റി ഈ ലോറിയിലൂടെ നമ്മുടെ പിന്നെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് ജൈവമാലിന്യങ്ങൾ ഈ മണ്ണരി ഉപയോഗിച്ചിട്ട് 45 ദിവസത്തെ വളം കൊണ്ട് വളമാക്കി മാറ്റുന്ന പദ്ധതിയാണ്.
സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ ഇവരുടെ മേഖലയിൽ എന്ത് തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് നിങ്ങളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? പ്രധാനമായിട്ടും ഈ അംഗൻവാടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വർഷം ഒരു 20 ലക്ഷം രൂപയുടെ, അത് ബിലോ 3 കുട്ടികൾ, കൗമാരപ്രായത്തെ കുട്ടികൾ, അതോടൊപ്പം വൃദ്ധ, വികലാംഗർ ഉൾപ്പെടെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അംഗൻവാടികളിൽ ഈ പോഷകാഹാര വിതരണം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൗമാരപ്രായത്തെ കുട്ടികൾക്ക് പരിശീലനം, അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും മറ്റ് തരത്തിലുള്ള പരിശീലനങ്ങൾ ഉൾപ്പെടെ അംഗൻവാടികളിൽ കൊടുത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലക്കകത്ത് ബന്ധപ്പെടുത്തിക്കൊണ്ട് വൃദ്ധരെയും വികലാംഗരെയും കിടപ്പിലായ ആളുകളെ പാലിയേറ്റീവ് പരിചരണം, ആരോഗ്യ ഗ്രാമം എന്ന പേരിലൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഈ വികലാംഗരായിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ വികലാംഗരായിട്ടുള്ള കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ഹോസ്റ്റൽ, അതോടൊപ്പം തന്നെ അവരുടെ ട്രാവൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ 1,80,000 രൂപ ഈ വർഷവും, അത് 85 കുട്ടികൾക്ക്, കഴിഞ്ഞ പ്രാവശ്യം 90 കുട്ടികളുണ്ട്, 85 കുട്ടികൾക്ക് ഈ വർഷം വികലാംഗരായിട്ട് പല വിധത്തിലുള്ള വീക്ക്നെസ് ഉള്ള കുട്ടികൾ. നികുതി പിരിവ് പൂർണ്ണമായിട്ടും ലക്ഷ്യപ്രാപ്തി കൈവരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും 100% സർ. വെരി ഗുഡ്, താങ്ക് യു. നമുക്കിപ്പോൾ മാർക്സിലേക്ക് കിടക്കാം അല്ലേ? 15-ൽ 12.5, 15-ൽ 12, 10-ൽ 8, 10-ൽ 8. കീഴൂർ ചാവശ്ശേരിക്ക് 60-ൽ 47.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പദ്ധതികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് KZHR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. കീഴൂർ ചാവശ്ശേരിയിൽ നിന്നും ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ മുതുതല ഗ്രാമപഞ്ചായത്തിലേക്കാണ്. പക്ഷേ അതിനു മുൻപായി ഒരു ഷോർട്ട് ബ്രേക്ക്. വേണ്ട നമുക്കിനി രോഗങ്ങൾ, വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം.